ഇതാണ് പച്ച ചിക്കൻ. പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ പച്ച കോഴി, ഹിന്ദിയിൽ പറയുമ്പോഴാണ് ഹരിയാലി മുർഗ്. ഓ ഇവിടുന്ന് എന്തൊരു നല്ല മണ വരണേന്നറിയോ. ടേസ്റ്റ് നോക്ക് എങ്ങനെയുണ്ട്. ഇഷ്ടപ്പെട്ടാ? ചിക്കൻ സൂപ്പർ കേട്ടോ. ഹൈദരാലി ഹരിയാലി മൂർഗ് ഗ്രീൻ ചിക്കൻ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ദീപാവലി കഴിഞ്ഞു, സരിതര പല വീട്ടിൽ കഴിഞ്ഞു. ഇനി ഇറച്ചി മീനൊക്കെ കഴിക്കാം. അപ്പോൾ കോഴി ഇറച്ചി തിന്നാനായിട്ട് മോഹം. അപ്പോൾ കുറേ നാൾ മുമ്പ് നമുക്ക് ഹൈദരാബാദിലുള്ള ഒരാൾ നമുക്ക് ഒരു ചിക്കൻ്റെ റെസിപ്പി പറഞ്ഞു തന്നു കേട്ടോ. ഹൈദരാലി അയ്യോ എന്താ പേര്? ഹരിയാലി മൂർഗ് ഗ്രീൻ ചിക്കൻ. ഇതാണ് നമ്മൾ ചെയ്തത്. അടിപൊളി. എന്താ നീ ചിരിക്കുന്നത്? ഒന്നുമില്ല ഹൈദരാലി പെട്ടെന്ന് ചിരി വന്നതാ. പറഞ്ഞോ. അത് ഹൈദരാബാദും ഹരിയാലിയും കൂടിയിട്ട് അല്ലാണ്ട് വേറെ ഒന്നല്ല. അപ്പോൾ ആ ചിക്കൻ കറി നമ്മൾ വെക്കാൻ പോകണം. ചിക്കൻ കറിയുടെ ഒപ്പം തന്നെ നമ്മൾ ഒരു അടിപൊളി ജീരക ചോറും വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാത്രത്തിലേട്ട പ്രത്യേകത എണ്ണ എന്ന് പറഞ്ഞത് വെളിച്ചെണ്ണ കാര്യങ്ങളൊന്നുമല്ല തേക്കുന്നത്. അല്ല ആകെ മിസ്റ്റേക്കാ ചേർക്കണത്. ആകെ മിസ്റ്റേക്കായി. നമുക്ക് ആദ്യം തീ കത്തിച്ചിട്ട് നമ്മൾ ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ പേര് ഹരിയാലി മൂർഗ് ഗ്രീൻ ചിക്കൻ. അല്ല അത് രണ്ടൊന്നല്ലേ? ഹരിയാലി മൂർഗ് എന്ന് പറഞ്ഞ ഹിന്ദിയില്, ഹരിയാലി എന്ന് പറഞ്ഞ പച്ച കളറിലുള്ള ചിക്കൻ, മൂർഗ് എന്ന് പറയണ ചിക്കൻ, ഗ്രീൻ ചിക്കൻ എന്ന് പറഞ്ഞാ അത് രണ്ടൊപ്പം ഒന്നല്ലേ? അത് കുഴപ്പമൊന്നുമില്ല, ആളുകൾക്ക് മനസ്സിലായാൽ മതി. നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ല. അപ്പോൾ ഇതിലെന്താ വെച്ചിട്ടില്ലേ, എണ്ണകളൊന്നും ചേർക്കണില്ല. ഇതിൽ നെയ്യാണ് ചേർക്കണത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് സാധനം. സ്പൈസസ് ഒക്കെ കുറവ് ഉപയോഗിക്കുന്നുണ്ട് റെസിപ്പി കാണുമ്പോഴേ. അല്ല ഹൈദരാബാദ് ചിക്കൻ ബിരിയാണിയിലും ഭയങ്കര സ്പൈസസ് കൂടുതലല്ലേ? എനിക്കിത് കേട്ടപ്പോൾ തന്നെ അപ്പം തന്നെ എനിക്ക് ഓടി സാധനം തോന്നി. അപ്പോൾ നമ്മൾ ഇതാണ് ചൂടാവട്ടെ. പിന്നെ ഇതിനൊപ്പം ജീരക അരി വയ്ക്കുന്നത് നീ വയ്ക്കില്ലേ? ചോറ് വയ്ക്കുന്നത് ജീര റൈസ് അല്ലേ? അത് എനിക്ക് വെച്ചൂടാ. കുക്കറിൽ വയ്ക്കല്ലോ? വേണ്ടോ? അത് പോയിട്ടില്ല. കുറച്ചേറ്റ് വയ്ക്കാം. കുറച്ചേറ്റ് വയ്ക്കാം. ചൂടാവട്ടെ കേട്ടോ. നമ്മുടെ പാത്രം ചൂടാകുമ്പോൾ നെയ്യാണ് ഒഴിക്കുന്നത് കേട്ടോ. നെയ്യ് ഒരു 3-4 ടേബിൾ സ്പൂൺ ഒഴിക്കാം. വേറെ ഒന്നുമില്ല. വെളിച്ചെണ്ണ എണ്ണയൊന്നുമില്ല. ഓവറാവാനും പാടില്ല. ഇല്ല 1 കിലോ കോഴി എടുത്തതിൻ്റെ കാര്യം പറഞ്ഞില്ല ഞാൻ കേട്ടാ. നമ്മളിതിനായിട്ട് 1 കിലോ കോഴി എടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം വലിപ്പമുള്ള കഷ്ണങ്ങളാണ് കേട്ടോ. ഒരു മീഡിയം സൈസുള്ള കഷ്ണങ്ങളാണ് എടുത്തത് കേട്ടോ. 1 കിലോ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾക്ക് ഈ നെയ്യ് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 സബോള അങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞത് നെയ്യിൽ മുങ്ങിപ്പോല. സബോള നെയ്യിനെ ഇതാക്കിയെടുത്തു. ഹൈദരാബാദ് ഡിഷുകളൊക്കെ അടിപൊളിയാണ്. മനസ്സിലായോ? ഞങ്ങളവിടെ തക്കണ്ട് ഇപ്പോഴും. ഹൈദരാബാദ് ചിക്കൻ ബിരിയാണിയാണോ സാഫേറ ചിക്കൻ ബിരിയാണിയാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് ആളുകൾ തർക്കിക്കും. അതിൽ ഹൈദരാബാദിലത്തെ ബിരിയാണി ആരും കഴിച്ചിട്ടില്ല. എന്റെ ദൈവമേ, ഇമ്രാൻ ചെയ്തൊരു പാതകം കേൾക്കണ. എല്ലാ ദിവസവും വൈകുന്നേരം CCTV കിട്ടും ക്ലിപ്പ്. അത് വരില്ല. അതെ, നമ്മള് ലൈറ്റ് വയ്ക്കുമല്ലോ. ലൈറ്റ് ഒരു 15 മീറ്റർ വയറുള്ള കേബിളുള്ള ഒരു ലൈറ്റാണ് കേട്ടോ. ലൈറ്റിന്റെ ഇതാണ് ഇങ്ങനെ വയറ് 15 മീറ്റർ. അതായത് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് പ്ലഗ് ഊത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് അകലെ വരെ നമുക്ക് ലൈറ്റ് കിട്ടും. ഇത് അന്ന് വൈകുന്നേരം കുടിയിൽ നമ്മൾ പാചകം എടുത്തിട്ടേ അത് അകത്തേക്ക് എടുത്ത് വയ്ക്കാൻ മറന്നു ഈ സാധനം. ഇതിങ്ങനെ ചുരുട്ടി ഈ അറയത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പണി നോക്കട്ടാ. നീളത്തുള്ള കേബിളാണിത്. ഇതിനെ എത്ര പീസുകളാക്കി നോക്കിക്കോ. ഇതൊന്നല്ല, ഇതെന്തോരം നേരെ ഇരുന്നിട്ടാണ്. അതേ തോമസ് മംഗലം പറഞ്ഞത് ഇവന് കുറെ ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കാൻ. നോക്കിയേ, പിന്നെ കൊറേ ഡ്രസ്സും. ഇനിയിപ്പോ ആള് പറയും കൊറേ വയറ് വാങ്ങിച്ചു കൊടുക്കാൻ. നോക്ക്, ഇതിനെ
കണ്ട ഇനി ഇങ്ങനത്തെ പീസുകൾ ഇപ്പോൾ ഇത് കണ്ടില്ലേ കണ്ടമാന പീസുകൾ ഇനി കുഞ്ഞു പീസുകൾ ഒരു 100 ഉണ്ട്. ഇത് എന്തോരം സമയം എടുത്തിട്ട് ഇതിങ്ങനെ മുറിച്ച് എലികൾക്ക് പോലും ഇങ്ങനെ മുറിക്കാൻ പറ്റും. നല്ല കനമുള്ള കേബിളാണ് നോക്കിയേ കണ്ട. അല്ലാണ്ട് നമ്മൾ ആപ്പൂപ്പ കേബിളല്ല, ഇത് ലൈറ്റിൻ്റെ കേബിളാണ്. ഒരു പക്വത വരാ അതന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. കുറച്ച് വളർച്ച കേട്ടോ, വല്ലാണ്ട് ഭയങ്കരമായിട്ട് നമ്മൾ ഇവിടെ കാണിക്കുന്ന പോലെ ഭയങ്കരമായിട്ട് മൊരിച്ച് ആക്കണ്ട, ഒരു ചെറിയ ലെവലിൽ. ഇതിപ്പോൾ കുറച്ച് നേരം വാടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് വേപ്പില ഇടാം കേട്ടോ, കറിവേപ്പില. ഇത് ഞാൻ കുറച്ച് നേരത്തെ മുന്നേ പൊട്ടിച്ച് വെച്ചാണ് വാടി വേപ്പില. ഫ്രഷ് സാധനം ഉണ്ട് നമ്മുടെ മരത്തുനിന്ന്, മുകളിലേക്ക് കയറേണ്ട വെച്ചിട്ടാണ്. നോക്കി നമ്മുടെ വേപ്പില കുറച്ച് ഇട്ടിട്ട് 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഇടുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ, അത് ഇത്തിരി കൂടുതലുണ്ട് കേട്ടോ. ഒരു 2-3 ടേബിൾ സ്പൂൺ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി പേസ്റ്റ് അടിച്ചത് ചേർക്കണം. എല്ലാം ഇങ്ങനെ മൊരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എന്താ ചാർലി, ആ ഇമ്രാൻ്റെ പരാക്രമങ്ങൾ കണ്ടില്ലേ ചാർലിയെ? ഇമ്രാൻ ചെയ്ത പണി വെച്ച് കണ്ടില്ലേ? അവ എന്നിട്ട് ഒന്നും അറിയാതെ പോലെ അവിടെ കിടന്ന് നടക്കുക. ഒന്ന് ഇതാവട്ടെ, കുറച്ച് നേരം ഒരു 3-4-5 മിനിറ്റ് നമ്മൾ 2-3 മിനിറ്റ് നേരം ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് ഇളക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർക്കാം. തീയൊക്കെ സാധാരണ ഒരു മീഡിയം ലെവലിൽ തന്നെ കേട്ടോ. നമ്മൾ മലയാളികൾക്ക് പുറമെ പോയി കഴിച്ചവർക്കൊക്കെ ഈ രുചി കിട്ടും. പക്ഷേ ഇവിടെ നമ്മൾ സാധാരണ അങ്ങനത്തെ ഒന്നും വെക്കാറില്ല, അപ്രാപ്യമായ രുചിയാണ്. ഇനി നമുക്കിതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ടാ. ഓരോന്നോരോന്നോരോന്ന് ക്രമമായിട്ട് ചേർക്കണം കേട്ടോ, എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് ഇട്ടിട്ടുള്ള പരിപാടിയല്ല. മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കി ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടാ. ഉപ്പ് ചേർത്തിളക്കണം. ഉപ്പ് ചേർത്തിളക്കി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 100 മില്ലി തൈര് കേട്ടോ. അത് മിക്സിയിൽ അടിച്ചാണ്, കട്ടി തൈരായിരുന്നു, കട്ടിയിലാണ്ട് മോര് പോലെ തോന്നിക്കും കേട്ടോ. അതൊരു മോരല്ല, അത് തൈരാണ് കേട്ടോ. അതൊഴിച്ചു. കുയിലിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇങ്ങനെ ഇളക്കണം. കുയിൽ നാണായി. ഇനി നമുക്ക് മൂടി വയ്ക്കാം കേട്ടോ കുറച്ച് നേരം. ലാവിൻ്റെ മുകളിലാ കുയിൽ നാണായി. പോയാ ആ കണ്ട, ആളെ ശബ്ദം കുറഞ്ഞു. ഇപ്പോൾ സരിത പാട്ട് പാടണം. ഒളിച്ചിരിക്ക, ആ പാട്ട് സരിത പാട്ട് പാടാണെങ്കിൽ നന്നായിരുന്നു. കുയിൽ വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഇതൊന്ന് നമുക്ക് ഇളക്കാട്ടാ. ദൈവമേ മഴതുള്ളി. ഇനി ഇതിലേക്കൊരു ഗ്രീൻ എന്നിട്ട് പറയാ സാറേ ഒരു പേസ്റ്റ് അടിക്കണം കേട്ടോ. അപ്പൊ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക്, പിന്നെ ഇത് നല്ല എരിവുള്ളതായ കാരണം കേട്ടാ 5 എടുത്തിട്ടുള്ളൂ. വെളുത്തുള്ളി ഒരു 10 അല്ലി, ഒരു പിടി മല്ലിയില, ഒരു പിടി പുതിനയില, പിന്നെ ജാതിപത്രി, സാജീരകം, ഏലക്കായ, കുരുമുളക്, കരയാമ്പൂ, പിന്നെ കറുവപ്പട്ട വേണം. അതിന്റെ കറുവപ്പട്ട ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കറുവപ്പട്ട പൊടിയുണ്ട്, അത് ഒരു സ്വല്പം. പിന്നെ ഒരു 10-15 അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തിയത്, അതുപോലെ തന്നെ ഒരു 10-15 ബദാം വെള്ളത്തിലിട്ട് കുതിർത്തിയത്. ഇതൊക്കെ എല്ലാം കൂടിയിട്ട് അരച്ചുകൊണ്ടിരിക്കും. പേസ്റ്റ് ആക്കണം, അരച്ചുകൊണ്ടിരിക്കട്ടെ. സരിത മിക്സിയിൽ അരച്ചു കൊണ്ടുട്ടാ ഗ്രീൻ പേസ്റ്റ്. ആ അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ ഏകദേശം വെന്തുണ്ടാവും തോണ്ട്. ഇപ്പോൾ കുഴപ്പമില്ല, ഇനിയിപ്പോൾ ഈ മസാലയിൽ കിടന്ന് വേവണം വേണ്ടേ? അതേട്ടാ, ഇതിൽ വേറെ പച്ചളം കിച്ചളം നമ്മൾ ഒഴിച്ചിട്ടില്ല കേട്ടോ, ഒന്നും ഒഴിച്ചിട്ടില്ല. അത് ഇരിക്കും ചേർത്താ. കഴുകി വയ്ക്കണോ? അല്ല കഴുകിയല്ല, ആദ്യം ടീസ്പൂൺ ഉണ്ട്. വെള്ളം ഒഴിക്കാൻ പാടില്ല, കഴുകാൻ പാടില്ലല്ലോ. ഇത് ടീസ്പൂൺ ഉണ്ട്, വടിച്ച് ഒക്കെ കൂടിയിട്ട്
സ്പൂൺ കൊണ്ട് ഓടിച്ചാൽ കിട്ടില്ലേ, കൈ കൊണ്ട് ഓടിക്കാം. എന്നാൽ കൈ കൊണ്ട് ഓടിക്കി. ഒരു പച്ച കലർന്ന ഒരു കളറിലേക്ക് കയറി തുടങ്ങിയിട്ടാ. ഇതാണ് പച്ച ചിക്കൻ. മലയാളത്തിൽ പറയുകയാണെങ്കിൽ പച്ച കോഴി. ഹിന്ദിയിൽ പറയുമ്പോഴാണ് ഹരിയാലി മുർഗ്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഗ്രീൻ ചിക്കൻ. മനസ്സിലായ? എന്തായാലും അവിടെ അല്ല, അങ്ങനെയാണെന്ന് പറയാ. ആ, കുറച്ചും കൂടി ഉണ്ട് ഇടുകാനായിട്ട്. ഇതേ വെള്ളം ഒഴിക്കുന്നില്ല, ഒരു തുണ്ട് വെള്ളം പോലെ ഒഴിക്കുന്നില്ല ചേട്ടാ. വെള്ളം ഒഴിക്കാൻ പാടില്ലേ? വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ടേസ്റ്റ് പോയി. വാ, പച്ചവെള്ളം എന്ന് പറയുന്നത് സാധനം ഒഴിക്കില്ലേ? പച്ചവെള്ളം അല്ലേ ചൂടുവെള്ളം ഇല്ലേ? ഓക്കെ. ഇനി ഇത് നെയ്യ് തിളയിട്ടെ. അതുവരെ മഴ. പാലക്കാട്, ഇടുക്കി കുറച്ച് സ്ഥലങ്ങളിലൊക്കെ, മലപ്പുറമൊക്കെ റെഡ് അലർട്ട് സരിതാ. കുറച്ച് നേരം വേണമെങ്കിൽ മൂടി വയ്ക്കാം നമുക്ക്. ഞാനപ്പോൾ മറ്റേ നമ്മുടെ ജീര റൈസ് വയ്ക്കാം. അത് വെച്ചോ, കൂട്ടി കഴിക്കാനായിട്ടേ. ഇത് ചപ്പാത്തിക്ക്, റൊട്ടി, നാന്, പിന്നെ ഈ ബ്രെഡ്, ഇതിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാൻ അടിപൊളിയാന്ന് പറഞ്ഞത്. അപ്പോൾ സരിത ഈ നമ്മുടെ ബസ്മതി അരി ഇന്ത്യ ഗേറ്റിൻ്റെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ വില 1 കിലോയ്ക്ക് 221 രൂപയാണ് കേട്ടോ. 250 രൂപ ഉണ്ട്. നമ്മുടെ റിയാസിന് ഇപ്പൊ കാണാല്ലേ? ആ, റിയാസ് എങ്ങോട്ട് പോയി? ഇപ്പൊ കമന്റ് ഇടുന്ന ആള് എടുക്കട്ടെ, അരി എടുക്കട്ടെ. ഓരോടനെ കാണാണ്ടായപ്പോ ആരോ പറഞ്ഞു റിയാസിന്റെ കല്യാണം കഴിഞ്ഞു. കല്യാണ തിരക്കിലാണ് റിയാസ്, കല്യാണ തിരക്കിലാണെന്ന്. അപ്പൊ കല്യാണ തിരക്കിലായി. ഇപ്പൊ അതിന് കാര്യം പറഞ്ഞപ്പോ പറഞ്ഞു ഉള്ള ഇതിനെ വെച്ചിട്ട് കൊണ്ടു നടക്കാൻ കഴിക്കുന്ന പാട. അതിന്റെ വളരെ പിന്നെ വേറെ ഒന്നിനോട് കല്യാണം കഴിക്കുന്നത്. റിയാസിന്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടാ. 2 കപ്പ് അരി എടുക്കാം. ബസ്മതി കറക്റ്റ് 2 കപ്പ് അല്ലേ? ഇനി അങ്ങോട്ട് കരിയും കൂടി ഉണ്ട്, അതായിട്ട് എടുത്തേക്കാന്ന് കണ്ട. ആ, അത് പൊട്ടുള്ളോ? ശരി, അത് വെച്ചോട്ടെ. നമുക്കിത് ഇളക്കി നോക്കാം. ചെറിയ തീയിലാണ് കേട്ടപ്പോൾ ആക്കണത്. നല്ല പച്ച കളറാ സരിതപ്പോൾ. മൂടി വയ്ക്കാം. ആദ്യം തന്നെ കുക്കർ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് നെയ്യ് തന്നെയാണ്. നെയ്ച്ചോറുണ്ടായിരുന്നു. ജീര റൈസ് ഭയങ്കരമായിട്ട് ചൂടായി ആ പാത്രം. അതിനാണ് 1 മിനിറ്റ് ഇങ്ങനെ മാറ്റി വയ്ക്കുക. അതിലേക്ക് കുറച്ച് ജീരകം ഇടാം. പൊട്ടും. അത്രയ്ക്ക് ചൂടുണ്ട്. ഞാൻ അപ്പുറത്ത് വയ്ക്കില്ല. അതിങ്ങനെ പൊട്ടി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ കഴുകി വെച്ച അരി ഇടുന്നു. ഇളക്കണ്ടത്? ഇളക്കണം. അപ്പോൾ ഉപ്പ് എപ്പോഴാണ് ഇടുന്നത്? ഉപ്പ് വെള്ളം ഒഴിക്കുമ്പോൾ. ഉപ്പ് ഇതിലേക്ക് ഇടാം, അരിയിലേക്ക് ആണെങ്കിൽ ഇടാം. വെള്ളം ഒഴിക്കുമ്പോൾ ഇട്ടാലും മതി. തീ കത്തണ്ടേ? തീ കെടുത്തില്ലേ? ഇല്ല, കത്തണ്ടില്ല. എവിടെ? ഇല്ല, തീ കെടുത്തി. തീ നേരത്തത് ഭയങ്കരമായിട്ട് ചൂടായപ്പോഴേ കെടുത്തി. നല്ല ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കാട്ടാ. എനിക്ക് നെയ്യ് തെളിഞ്ഞു വരുന്നുണ്ട്. നെയ്യ് തെളിഞ്ഞു വരുന്ന പറഞ്ഞ. തീ കുറവിലിടണം, മീഡിയം തീയിലിടണം. തീ മീഡിയം തീയിൽ തന്നെ ഇട്ടോണത്. അല്ലല്ലോ, തീ ഫുള്ളിലെടുക്കണം. കുറച്ച് കാറ്റുണ്ടല്ലോ. കുക്കറിലായോണ്ട് 1.5 ഇരട്ടി വെള്ളം മതിയാവും. അപ്പൊ 3 കപ്പ് വെള്ളം മതിയാവും അല്ലേ? അത് നീ എന്താ വേണമെങ്കിൽ ചെയ്യും. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം വേണം ഒഴിക്കാട്ടാ. ഞാൻ അകത്തുനിന്ന് തിളപ്പിച്ച് കൊണ്ടുവന്നതാണ്. 2 കപ്പ് അരി, 3 കപ്പ് വെള്ളം ഒഴിക്കാം. കുറച്ചും കൂടി ഒഴിക്കാം, അരി ഇത്തിരി കൂടുതലുണ്ടായിരുന്നില്ല. കുക്കറിലായതുകൊണ്ടാണ് കേട്ടോ 1.5 ഇരട്ടി വെള്ളം ഒഴിച്ചത്. മറ്റേതിൽ നിന്നും ആണെങ്കിൽ ഇരട്ടി വെള്ളം ഒഴിക്കേണ്ടി വരും. 4 കപ്പ് ഉപ്പിടാം. ഉപ്പിടണം കേട്ടോ. മതിയില്ല, ടേസ്റ്റ് നോക്കിയാൽ പറയാം ഉപ്പ് കറക്റ്റാണോ. ഉപ്പുണ്ട്. ഇതിൽ കൂടുതലാ? കറക്റ്റാണ്. നമുക്കിത് തുറക്കാട്ടോ. ഇനി തുറന്നിട്ട് ആക്കിയാൽ മതി. നല്ല പച്ച കളറല്ലേ? ഉപ്പൊക്കെ ഇട്ടു. ഇതേ നന്നായി തിളക്കുന്നുണ്ട്. തിളച്ച വെള്ളമാണല്ലോ ഒഴിച്ചത്. അപ്പം അടയ്ക്കാം കുക്കർ. ഇവിടുന്ന് എന്തൊരു നല്ല മണ വരണേന്നറിയോ? ഒരു വിസിലടിച്ചു. ഓഫ് ചെയ്യാം. ഇത് മൂടിയിട്ടുണ്ട്. പതുക്കെ ചെറിയ തീയിൽ എണ്ണ തെളിയിട്ടാ, നെയ്യ് തെളിയിട്ട. വെന്തുണ്ട്. ഭയങ്കര ടേസ്റ്റാട്ടോ ഈ സാധനം. ഇപ്പോഴാണ് ഭയങ്കര ടേസ്റ്റ്. ഇനി 2 സാധനം കൂടി ചേർക്കണം.
ഞാൻ പറയണ കേട്ടപ്പോ ഇതിന്റെ ആ സാധനങ്ങളൊക്കെ എടുക്കണപ്പോ വിചാരിച്ചു ഭയങ്കര ബുദ്ധിമുട്ടാണ്, പക്ഷെ എളുപ്പല്ലേ? വളരെ എളുപ്പം, വളരെ എളുപ്പം. കയ്യിലേക്ക് ഒരു ചിക്കൻ്റെ ഒരു പൊട്ട് ഉപ്പ് നോക്കാൻ ടേസ്റ്റ് ചെയ്ത് അല്ല ഇത് കിട്ടതാ, കൈ പൊള്ളി. സാറില്ല, തിളക്കണ സാധനം എടുത്താലും ഭയങ്കര ചൂട് പറയാം. പ്ലേറ്റിൽ അങ്ങനെ ഇട്ടിട്ട് നോക്കിയിരുന്നില്ല. ജഗ് ഇപ്പോൾ സ്കൂളിൽ വിട്ട് വരും. നല്ല മഴക്കാരായിട്ടാ അന്തരീക്ഷം. കാലവർഷത്തിൻ്റെ ഇത് വന്നു. സൈഡൊക്കെ ഉണ്ടോ? കാലത്ത് തൊട്ട് മഴയായിരുന്നു അല്ലേ? കാലത്ത് എന്തൊരു മഴയായിരുന്നു. ഇപ്പം തന്നെ രാഗിയും പൊന്നൂസും ഇങ്ങോട്ട് വന്നിട്ടായിരുന്നു ഫോട്ടോഷൂട്ട് എടുക്കാൻ നമ്മുടെ ഇവിടുത്തെ ഇതിൻ്റെ കുടിലിൻ്റെ അവിടെയും ഇവിടെയൊക്കെ ഓരോ ഫോട്ടോകൾ എടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മുടെ നമ്മുടെ ചോറ് വേകുമ്പോഴേക്കും ഇത് വെന്ത് കറക്റ്റ് പാകമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 2-3 സാധനങ്ങളോട് ചേർക്കണം. ഒന്ന് ചേർക്കണത്, അയ്യോ ഇതിൻ്റെ പേരെന്താ സാർ? കസൂരി മേത്തി 1 ടീസ്പൂൺ കേട്ടോ. പിന്നെ ചേർക്കണത് ഒരു കുഞ്ഞ് ടീസ്പൂൺ മുളക് പൊടി. കുറച്ച് മതിയിട്ട്, അത് നല്ല എരിവുള്ളതാണ്. പച്ചമുളകും കുരുമുളകൊക്കെ ചേർത്തിട്ടുണ്ട്. അയ്യോ എത്രല്ലേ. പിന്നെ ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല. മറ്റേത് സാധനം ചേർത്തിട്ടില്ല ചേട്ടാ. എന്നാൽ അല്ല, ഹൈദരാബാദ് സാധനങ്ങൾക്ക് ഒരു മസാല അല്ലാണ്ട് വെറുതെ. ശരിയാ, സോറി. നീ പറഞ്ഞിട്ട് കാര്യമില്ല, നീ പറഞ്ഞു പോയി. അതുകൊണ്ട് അതിന് തിരിച്ചെടുക്കാനും പറ്റില്ലല്ലോ. അപ്പം അതിൻ്റെ കളറ് ഒരു ചെറിയൊരു വ്യത്യാസം വന്നില്ല. വെറുതെ ആ പച്ചപ്പിൽ നിന്നാണ്ട് വിട്ടു. തനി പച്ചപ്പല്ല. അപ്പോൾ ഈ കളറിന് എന്താ പറയുക? കിളിപ്പച്ചയെ, തത്തമ്മ പച്ചയെ. എന്നിട്ട് ഈ കാണുന്ന പച്ചയില ചോപ്പും കൂടി വന്നപ്പോഴത്തേക്ക് മൂടി ഉണ്ടല്ലേ? ഇനി ഒരു 3-4 മിനിറ്റ് കൂടി മൂടിയിട്ടാ കഴിഞ്ഞു. തീ ഓഫ് ചെയ്യാം. എന്തായി നിന്റെ ചോറ്? ശരിയാ, വലത്തെ ഇത് പോയി കഴിയട്ടെ സ്റ്റീം. ആ ജഗ് വരുന്നുണ്ട്. എന്താണ് ഇങ്ങോട്ട് വരാ, ഇങ്ങോട്ട് വാ. നീ ഇതിട്ടിട്ടാണോ സ്കൂളിൽ പോയത്? ഏത് 2 ചെരുപ്പ്? നമ്മുടെ ഇമ്രാന്റെ പരാക്രമം ബാക്കി പത്രമാണിത്. 2 തരം ചെരുപ്പ് നമുക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടിയിട്ട് ആള് ഓരോ ചെരുപ്പ്, ഒരു ജോഡി ചെരുപ്പിന്റെ ലെഫ്റ്റ് ആണ് എടുത്തോണ്ടെങ്കിൽ മറ്റേതിന്റെ റൈറ്റ് ആണ് എടുത്തോണ്ട് പോവാ, നശിപ്പിക്കുക. അപ്പൊ നമുക്ക് ഉപയോഗിച്ചോട്ടെ വെച്ചിട്ടാണ്. സ്നേഹമുള്ളവനാ. ജഗ്ഗുവിന് വേണ്ടി എന്തൊക്കെയാണ് അച്ഛനും അമ്മയും ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? കോഴികളോട് എന്തൊരു പ്രതികാരം, ചാത്തനോട് പ്രതികാരം ചെയ്തിട്ടുണ്ട്. തുറന്നോട്ടെ ഞാൻ. കറക്റ്റ് വേവാ. നമ്മുടെ ചിക്കന് കറക്റ്റ് തന്നെയാണ്. എന്നിട്ട് ഒരു പൊട്ട് ചോറ് ഇതോട്ടെ വേവ്. ഇനി കൈ പൊള്ളിച്ചോട്ടാ. എന്നിട്ട് കൈപ്പൊള്ളി എന്ന് പറഞ്ഞ് ഊതി നടന്നു. അടുപ്പത്തുനിന്ന് സകല സാധനം കോരി തിന്നിട്ട് കൈപ്പൊള്ളി വായപ്പൊള്ളി എന്ന് പറയുന്നത്. ഉപ്പ് കറക്റ്റാണ്. അത് കറക്റ്റ് ആവുമല്ലോ. എനിക്ക് അത്ര ഇഷ്ടമില്ല. ജീര റൈസ് എന്ന് പറയുമ്പോ ജീരകം ഉണ്ടാവും. കറക്റ്റ് വേവാണ്. അതായത് ഒരു 2-3 മിനിറ്റ് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇറക്കാട്ടാ. നല്ല സൂപ്പർ സാധനം കേട്ടാ. ഒന്നുകൂടി മൂടി വയ്ക്കാം സ്വല്പം നേരം. അത് കഴിഞ്ഞ് നമുക്ക് ഇങ്ങോട്ട് തിന്നാം. അതായത് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് കേട്ടാ. ഓഫ് ചെയ്തോ. അടിപൊളി സാധനം കേട്ടാ. എനിക്ക് നമ്മൾ ചോറ് എടുത്തിട്ട് എന്താ പറയുക, ഇത്ര മതിയാ ജഗ്ഗുവിന്? ആ ജഗ്ഗുവിന്. ഇനി ഇതിൻ്റെ തലയ്ക്ക് ചിക്കൻ ഈ സാധനം കൊണ്ട് കിട്ടില്ല. തരുതേ കയ്യിൽ തന്നെ വേണം. കണ്ടാ സ്ലിപ്പാവാ. ഉണ്ടാക്കണേലും ബുദ്ധിമുട്ടാണോ ദൈവമേ കോരിയെടുക്കാൻ? മതി. ജഗ്ഗു ഇത് പിടിച്ചാ ഓരോ ഞാനെടുക്കട്ടെ. നിസാരതിക്ക് അതിന് കഴിക്കണ ഇതിന് കഴിക്കണ നമുക്ക് അവിടെ ചെന്നിരിക്കാം. എടുത്തോ. റൈസ് കൂടുതൽ ചാറ് പറയും. ഇഷ്ടം പോലെ ഉണ്ട് ഗ്രേവി. അപ്പൊ എനിക്കും വേണം. ചെറിയ കുട്ടിയുള്ള പോലെ എന്നാ എനിക്കും വേണം. അല്ല അതൊരു രസമല്ലേ അതിനൊപ്പം കഷ്ണം പോണേ. ഇത് മൂടി വെച്ചോ. ചാറെടുത്ത് പറയാണ്ടൊരു കഷ്ണം പോന്താ അല്ലേ?
അടുത്ത അങ്ങനെ ഏതാണ്ട് സിനിമയിലോട് പറഞ്ഞിട്ടില്ലേ, ഇതിന്റെ ചാറ് മാത്രം മതി, ഇനി അറിയാണ്ട് വല്ല കഷ്ണം വീഴാണെങ്കിൽ വീണോട്ടെ. ടേസ്റ്റ് നോക്ക് എങ്ങനെയുണ്ട്. ഇഷ്ടപ്പെട്ടാ? ചിക്കൻ സൂപ്പർ കേട്ടോ. ചിക്കൻ ഭയങ്കര സോഫ്റ്റ്, നന്നായി മസാല പിടിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. വെന്തൂട്ടിൻ്റെ ഒരു മണം അങ്ങനെ മുന്നേക്ക് നിൽക്കുന്നുണ്ട്. മറ്റേ പുതിനല്ലയാ അങ്ങനെ എന്തിൻ്റെയോ ആണോ, പക്ഷെ ടേസ്റ്റ് കുറവൊന്നുമില്ല കേട്ടാ, ടേസ്റ്റ് ഉണ്ട്. നല്ല രസമാണ്. കുഞ്ഞി പീസ് ഇങ്ങെടുത്തോ, അതെടുത്തോ. ചെറുത് ഭയങ്കര ചൂടാ. ചൂടാറാനായിട്ട് വെക്കാൻ സമയമില്ല, മഴ വരുപ്പോ, അതുകൊണ്ടാണ് ഇങ്ങനെ വേഗം വേഗം കഴിച്ച് അവസാനിപ്പിക്കും. ഇതിന്ന് വേണമെങ്കിൽ കഴിക്കട്ടാ. ചിക്കൻ എനിക്ക് നല്ല ഇഷ്ടമായി. അടിപൊളി സാധനം കേട്ടോ. ഒരു അത്യാവശ്യക്കാർ വിളിക്കുന്നുണ്ട്. എനിക്ക് ഫോൺ വരണ്ടേ, അപ്പം നിർത്താട്ടാ നമുക്ക്. നിങ്ങളത് വെച്ചോയ്ക്കോ. അടിപൊളി സാധനം കേട്ടാ, സൂപ്പർ സാധനം.